ഇന്നലെ സിമെന്റിന്റെ പരിപാടി ചെയ്തു പോയ അവരുടെ വൃത്തി നോക്കി വാരി വലിച്ച് ഒട്ടിച്ച് തേച്ച് പോയിരിക്കുക. ഷൈൻ ചെയ്യാൻ വേണ്ടി പോവുക. എനിക്ക് കല്യാണമായി കുട്ടിയുണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇയാളെ കണ്ടാ തോന്നൂലല്ലോ, അതല്ലേ ഇപ്പൊ എന്റെ പേടി. ഒരു ഐഡിയ ഇല്ല, വൈകുന്നേരത്തിനുള്ളിൽ തീർന്നാൽ മതിയായിരുന്നു. മഴ പെയ്യാണ്ടിരുന്നാലും മതിയായിരുന്നു, ഇല്ലെങ്കിൽ കുടുങ്ങും. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. ഇന്നത്തെ പരിപാടി അമ്മു ഒരു അക്കൗണ്ടിങ് കോമ്പറ്റീഷന് പോവാണ്. അക്കൗണ്ട്സ് പ്രീമിയർ ലീഗ്. എന്താ അഭിപ്രായം? രക്ഷപ്പെടുവോ? പിള്ളേർക്ക് മാർക്ക് കിട്ടുവോ? ക്യാഷ് പ്രൈസ് കിട്ടുവോ? എത്ര ക്യാഷ് പ്രൈസ് പറയണത് അവര്? ഫസ്റ്റ് പ്രൈസ് 1 lakh ആണ്, രണ്ടാമത്തെ 50,000, തേർഡ് 30,000. ഇയാളുടെ ക്ലാസ്സിൽ നിന്ന് എത്ര പിള്ളേരെ പോണം? 4 പേര്. കിട്ടുവോ? അറിയില്ല, പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. വാല് പോലുള്ള ചെക്കന്മാരാണ്. നിങ്ങൾ കമന്റ് ചെയ്യുണ്ടോ അമ്മു കൊണ്ടുപോകുന്ന പിള്ളേര് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് പോരുമോ? എന്ത് വേണേലും നടക്കാം. നല്ല വാലുള്ള ചെക്കന്മാരാണ്, കുരുത്തിക്കേടിന്റെ അങ്ങേയറ്റങ്ങളാണ്. അവരെ കൊണ്ടാണ് പോണത്. ധൈര്യം ഉണ്ടല്ലോ അല്ലേ? ഇതിന് മുമ്പത്തെ സ്കൂളത്തെ പോലെ അല്ല, അത് ഗേൾസ് സ്കൂളായിരുന്നു. ഇത് വാനരന്മാരാണ്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. വൈകുന്നേരം കപ്പും കൊണ്ട് പോരുമോ അതോ കപ്പയും കൊണ്ട് പോരുമോ എന്നുള്ളത്. ഒരുപാട് പേര് യൂട്യൂബിൽ നിന്ന് വീഡിയോസ് കണ്ടിട്ട് വാട്സപ്പിൽ ചോദിച്ചായിരുന്നു, എന്താണ് അമ്മുവിൻ്റെ പേര്, അമ്മു ചേച്ചീൻ്റെ ശരിക്കുള്ള പേരെന്താ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇയാളുടെ ശരിക്കുള്ള പേരെന്താന്ന് പറഞ്ഞേ? മൃദുല കൃഷ്ണൻ. എന്താ പറയാനൊരു മടി? കെട്ടിന്റെ പേരെന്താ? അപമാനമാണോ? പറ, എന്താ കെട്ടിന്റെ പേര് കൂടെ പറഞ്ഞാല്? പേര് മൃദുല, ആ, കെട്ടിയ ശേഷം മൃദുല കൃഷ്ണൻ എന്നായി. കെട്ടിന്റെ പേര് പറയാണ്ട് ബാച്ചിലർ ആയിട്ട് നടക്കുക. ഗൈസ്, ഇന്നിവിടെ സിന്ദൂരം വെക്കൂല്ലോ എന്നുള്ളത് നമുക്കൊന്ന് അറിയട്ടെ ഇറങ്ങുമ്പോ. ഇന്നലെ സിമെന്റിന്റെ പരിപാടി ചെയ്തു പോയ അവരുടെ വൃത്തി നോക്കി വാരി വലിച്ച് ഒട്ടിച്ച് തേച്ച് പോയിരിക്കുക. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കെങ്കിലും അവർ മര്യാദയ്ക്ക് വൃത്തിയിൽ ഡീസൻ്റായിട്ട് പേസ്റ്റ് ചെയ്ത് തരുമെന്നാവും. ഇയാളെ എന്നെ എന്ത് വേണേ പറഞ്ഞോ, എൻ്റെ വണ്ടിയെ കുറ്റം പറയരുത്, ഓക്കെ? അത് ഹനുമാൻ വണ്ടിയാണ്, പറക്കും. ഇയാളെ കൊണ്ട് ലങ്കയിലേക്ക് പറക്കും. കാലുമുള്ള മോതിരം പോലും കാടില്ല, ഐ മീൻ മിട്ടി. ഇനി ഇവിടെ സിന്ദൂരം നോക്കട്ടെ, അതുമില്ല. ബാച്ചിലർ ആയിട്ട് ഷൈൻ ചെയ്യാൻ വേണ്ടി പോവുക. എനിക്ക് കല്യാണമായി കുട്ടിയുണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇയാളെ കണ്ടാ തോന്നൂലല്ലോ, അതല്ലേ ഇപ്പൊ എന്റെ പേടി. 7 മണിയായിട്ടുള്ളൂ. ഞങ്ങളിതാ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ്. അതെ, വേഗം വാ. ഞാനല്ല പ്രോഗ്രാമിന് പോണ, ഇയാളാണ്. എന്താ കഥ? നേരം വൈകിയില്ലേ? ഇല്ലേ? അങ്ങനെ വീട്ടിൽ 7:30 ആയപ്പോഴേക്ക് തിരിച്ചെത്തി. അമ്മ കൊണ്ടുപോകണ കുട്ടികൾ നല്ല പ്രൈസൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അങ്ങനെ സ്കൂളിനൊരു അഭിമാനമാണ്, വൈഫിനും ഒരു അഭിമാനമാണ്, ക്രെഡിറ്റാണ്. ചോത്തുമണിയുടെ കണ്ണടല്ലേ ഇത്? ഇതെവിടെ കൊണ്ടിട്ടറിയോ? വാവ കട്ടിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ടിട്ട് കിടന്നുറങ്ങാൻ പോയിരിക്കുക. എന്നിട്ട് തെരഞ്ഞുകൊണ്ട് എടുക്കുക. വാവക്കൊട്ട് ഫുഡ് കഴിക്കണ നേരമാണ് 9 മണി. ഇപ്പോഴാണ് മുതൽ എണീക്കണത് ഫുഡ് കഴിക്കുക, അല്ലേ? വേറൊരു പ്രശ്നം ഉണ്ടായി ഗൈസ്. ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ബുക്ക് ചെയ്തത് ഞങ്ങൾ 3 വർഷം മുമ്പ് താമസിച്ച അഡ്രസ്സിലേക്ക് പോയിരിക്കണം. അതെങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. സാധാരണ ഗ്യാസ് ഇവിടേക്കാണ് വരേണ്ടത്, ആവടിയിലേക്കാണ് വരേണ്ടത്. ഇത് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള പഴയ വീട്ടിലേക്ക്, ആ അഡ്രസ്സിലേക്കാണ് അവരിപ്പോൾ കൊടുത്തയച്ചിരിക്കുന്നത്. എന്തിനാ കരയുന്നത്? അവിടെ പ്രശ്നം എന്താണെന്ന് അറിയോ? അച്ഛൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണ പോലെ എക്സസൈസ് ചെയ്യണ സമയത്ത് ഇവിടെ പിടിച്ചപ്പോൾ ബലമുണ്ട്, അവൾ പിടിക്കുമ്പോൾ ബലമില്ല അവളുടെ കയ്യിൽ. അതിനാണ് സങ്കടം. കുറച്ച് കഴിഞ്ഞ് എത്തും, ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ വാവ എത്തും. കൈ മാറ്റണോ? എന്തിന്? നല്ല ചുന്തിരി കൈയാണ് ചൊത്തിന്റെ കൈ. മസിലില്ലാത്ത കൈ ഇഷ്ടല്ലേ? ശരാ, എന്തൊരു കഷ്ടാണ്. ഏകദേശം 2:30 മണിയായി. ഈ സാധനം അവർ ഇനി നന്നാക്കിയിട്ടില്ല, ശരിയാക്കിയിട്ടില്ല. നിങ്ങൾ കണ്ടില്ല അവിടുത്തെ വൃത്തികേട്? ഇനി എപ്പോഴാണ്? മേലേക്ക് നോക്കിയേ, മഴക്കാറാണ്, മഴ വരാൻ പോവാണ്. ഇത് തേച്ചിട്ട് ഉണങ്ങണ്ടേ? അതിന് സമയം വേണ്ടേ? ഇതവർ എപ്പോൾ ചെയ്യുന്ന വെച്ചിട്ടാ?
കണ്ടില്ലേ കിടക്കണത്? നോക്കിയേ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴത്തുള്ളികൾ കണ്ടോ നനഞ്ഞിട്ട്? ഒരു ഐഡിയ ഇല്ല, വൈകുന്നേരത്തിനുള്ളിൽ തീർന്നാൽ മതിയായിരുന്നു. മഴ പെയ്യാണ്ടിരുന്നാലും മതിയായിരുന്നു, ഇല്ലെങ്കിൽ കുടുങ്ങും. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, ഈ സാധനത്തിൻ്റെ മുകളിൽ സിമെൻറ്റ് ഇട്ടിട്ടില്ല, മഴ പെയ്യാൻ പോവാണ്, ഇവിടെയൊക്കെ നനഞ്ഞ് കിടക്കുകയാണെന്നുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ നടന്നത്. അവർ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പോയി. സിമെൻറ്റ്, മണൽ, സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇട്ടിട്ട് കാര്യമില്ല, മഴ പെയ്തെല്ലാം ഒലിച്ചു പോകും. ഇപ്പം എന്തുണ്ടായി? പരിപാടി നടന്നില്ല. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇത് പകുതി വെച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. കാരണം മഴക്കാറുണ്ട്. രാവിലെ മൊത്തം അവർ വീടിനകത്തുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് രാവിലെ ഇടുമായിരുന്നെങ്കിൽ വൈകുന്നേരത്തേക്ക് ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവർ വരണം. കൊടുക്കാനുള്ള പൈസ ഒക്കെ കൊടുക്കുകയും ചെയ്തു. വൈഫിനെ രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ വേണ്ടി നേരത്തെ എണീറ്റ് പോയി. ഉറക്കം പോയി. രാത്രി ഉറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് വൈകിട്ടാണ് ഉറങ്ങിയത്. ഒരു 11-11 ആയിട്ടുണ്ടാവും. 4 മണി ആയപ്പോഴേക്കും എണീക്കുകയും ചെയ്തു. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതേതായാലും ഉറങ്ങി. നോക്കുമ്പോൾ 7 മണി ആവാറായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫ് ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. ഇപ്പോൾ സെൻട്രലിലേക്ക് മെട്രോ കയറി പോയിട്ടേ ഉള്ളൂ. ഇനി സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് വേണം അവിടേക്ക് എത്താൻ. ഇനിയും കുറേ നേരമാവും. 4 പിള്ളേരുമായിട്ടാണ് പോയിരിക്കുന്നത്. 8 മണിയായി. കുട്ടി ഉറങ്ങി മുത്തശ്ശിന്റെ ഒപ്പം. ഉറങ്ങി, കണ്ണൊക്കെ അടച്ചിരിക്കുകയാണ്. ക്യാമറ കൊണ്ട് വന്നപ്പോ ഒളിപ്പിക്കുന്നൊക്കെ പോണ്ട. ഹലോ ചോത്ത, ഓള് ഉറങ്ങിയതാണേ. പറ, എന്താ വൈകിയ? ട്രെയിൻ ലേറ്റ് ആയില്ലേ? അല്ല, പിള്ളേരുടെ അവസ്ഥ എന്താ? വല്ലതും കിട്ടുവോ? സർട്ടിഫിക്കറ്റ് കിട്ടി. അതല്ല, വല്ല പൈസയും ഇല്ല. എത്ര ടീംസ് ഉണ്ടായിരുന്നു മൊത്തത്തില്? 10 റൗണ്ട് ഉണ്ടായിരുന്നു. അവർ 6 റൗണ്ട് വരെ പോയി. അത് കഴിഞ്ഞിട്ട് ഔട്ടായി. പിന്നെ റിവൈവൽ റൗണ്ട് ഉണ്ടായിരുന്നു, അതിലും കിട്ടിയില്ല. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവര് ചേർത്ത് വിടണം. സിഎക്ക് ചേർത്ത് വിടാന്ന്. CA ഓ CWA അവർക്ക് എന്താ ഇഷ്ടം വെച്ചാല് CA എന്നാ പറയുന്നവര്. പാതി ഡിസ്കൗണ്ടിൽ ചേർത്ത് വിടണം. ഉറങ്ങിയ കുട്ടി ഇതാ, ഉറങ്ങിയ കുട്ടിയാണ്. എല്ലാരും കണ്ടോളേ, ഉറങ്ങിയ കുട്ടി വന്നിരിക്കുകയാണ് എണീറ്റിട്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വലിയ പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ, അതന്നെ വലിയ കാര്യം. 10-80 ടീംസൊക്കെ ഉണ്ടെങ്കിൽ അത്രയൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.